വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് കുരുക്ക് മുറുകുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന പരാതിയിൽ രാഹുലിനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശം. ശനിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്താകെ 6 പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിലും കുരുക്ക് മുറുകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക്. നോട്ടീസുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും ഈ വ്യാജ കാർഡ് നിർമ്മാണവുമായി വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചിട്ടുള്ളത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള വ്യാജ ID കാർഡ് നിർമ്മാണം നടന്നത് എന്ന പരാതി ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തെ 6 പോലീസ് സ്റ്റേഷനുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 6 പരാതികൾ ഇങ്ങനെ സംഘടനാ തലത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പരാതികളെല്ലാം തന്നെ ഒരുമിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയത് മ്യൂസിയം പോലീസാണ്. ആ മ്യൂസിയം പോലീസിന് അത്തരത്തിൽ ആദ്യഘട്ടത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഈ വ്യാജ ID കാർഡ് നിർമ്മിച്ചതിന്റെ സർവർ കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ പോലീസിന് സാധിച്ചിരുന്നില്ല. ഈ കേസിലെ 3-ാം പ്രതി, അതിനുശേഷമാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ കേസിലെ 3-ാം പ്രതിയും രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. അതിലാണ് കൂടുതൽ ദുരൂഹത ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഈ വ്യാജ ID കാർഡ് നിർമ്മിച്ച സെർവർ കണ്ടെത്താനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിലവിൽ ശനിയാഴ്ച ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയത്. നോട്ടീസായി നിർദ്ദേശം കൈമാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എത്തി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ എന്ന സാഹചര്യം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീപരമായ ആരോപണങ്ങൾ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ലൈംഗിക അതിക്രമം നടത്തി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. അത്തരം സാഹചര്യത്തിൽ പൂർണ്ണമായും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാത്തതിനുള്ള പ്രധാന കാരണം, പ്രത്യേകിച്ച് ഈ വിഷയം കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അത് രാഷ്ട്രീയ ആക്ഷേപമായി ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാതിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഈ ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ സർവർ കണ്ടെത്തേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ശനിയാഴ്ച ഈ ലൈംഗിക പീഡന പരാതിയിലടക്കം പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമായ ഒരു ഘട്ടത്തിലാണ്. ഈ ഒരു വിഷയത്തിലും കുരുക്ക് മുറുകിയിരിക്കുന്നത് അല്ലേ? അത് കൂടുതൽ പ്രതിരോധത്തിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് പറയാൻ സാധിക്കുക. കാരണം ഒരു വലിയ ഊരാക്കുടുക്കിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിവാദം കത്തിക്കയറുന്നത്. ഇതിനിടയിലാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതിൽ വലിയ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയെന്ന തരത്തിൽ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവരാണ് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 6 പരാതികൾ ലഭിച്ചിരുന്നു. ആ 6 പരാതികളുടെ മേലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ പക്കലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ആ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ശനിയാഴ്ച ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. KP. വിനീഷാണ്.